ഹലോ ഗൈസ്, ഞാനിന്ന് നിങ്ങളൊരാളെ പരിചയപ്പെടുത്താം. ഒരാളെയല്ല, രണ്ടാളെ പരിചയപ്പെടുത്താം. ഇതാണ് പപ്പു. പപ്പു എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് നായയാണെന്ന്. അല്ല, പട്ടിയാണ്, ഫീമെയിലാണ്. ഞങ്ങൾക്കിതാ ഈ കനാലിൽ നിന്ന് ഒരു 6 വർഷം മുൻപ് കിട്ടിയതാണ് കേട്ടോ പുള. അപ്പോ എന്തോ കനാലിലേക്ക് വീണിട്ട്, അതായത് പ്രസവിച്ചിട്ട്, പപ്പുവിന്റെ അമ്മ പ്രസവിച്ചിട്ട് കനാലിലേക്ക് ഒരു 3-4 കുട്ടികളൊക്കെ ആയിട്ട് വീണ് ഇതിന് ചെറിയ പരിക്കൊക്കെ ഉണ്ടായിരുന്നു. ബാക്കിയുള്ള കുട്ടികളെയും കൊണ്ട് അമ്മ കയറിപ്പോയി. പക്ഷെ അതിന്റെ പരിക്കുള്ളതുകൊണ്ട് കനാലിൽ നിന്ന് കയറി പോവാൻ പറ്റിയില്ല. അപ്പോ ഒരു തവണ ചേട്ടൻ ഇതിനെ കയറ്റി കനാലിന്റെ പുറത്തേക്ക് വെച്ചു പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അത് വീണ്ടും പോവാണ്ട് അവിടെ തന്നെ കിടന്നപ്പോ ഒന്നാമത് കാലിനും തീരെ വയ്യായിരുന്നു. അപ്പൊ ചേട്ടന് ഭയങ്കര സങ്കടമായി. ചേട്ടൻ വളരെ വലിയൊരു മൃഗസ്നേഹിയാണ് ഗൈസ്. എന്നിട്ട് അവിടെ നിന്ന് അതിനെ എടുത്തു കൊണ്ടുവന്നു. പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ചെറുതായിട്ട് ശുശ്രൂഷിച്ച് പിന്നെ ഒന്ന് ഓക്കെ ആയി, ബെറ്ററായി. അങ്ങനെ ഒരു 6 വർഷമായിട്ട് ഇവൻ നമ്മുടെ വീട്ടിലുണ്ട്. ഈ 6 വർഷത്തിനിടയിൽ എപ്പോഴാണ് ഇത് പെണ്ണാണെന്ന് അറിഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, കൊണ്ടുവന്ന ഒരു കുറച്ച് കഴിഞ്ഞപ്പോ ഒന്ന് വലുതായി, കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇത് പ്രഗ്നന്റ് ആയപ്പോഴാണ് മനസ്സിലായത് ഇത് പെൺപട്ടിയാണെന്നുള്ളത്. അതുവരെ പപ്പുവോ ഡാ എന്ന് വിളിച്ചോണ്ടിരുന്ന. ഓൾമോസ്റ്റ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പപ്പുവോ ഡാ എന്ന് തന്നെ വിളിച്ചോണ്ടിരിക്കുന്നത്. ഡിയേ പപ്പുവോ അങ്ങനെയൊന്നും വിളിക്കാറൊന്നുമില്ല കേട്ടോ. അപ്പൊ നമ്മളെ വീട്ടിലത്തെ ഒരു മെമ്പറാണ്. ഈ 6 വർഷത്തിനിടയിൽ അവള് 4 പ്രസവം കഴിഞ്ഞു. ഇത് അവസാനത്തെ പ്രസവത്തിലുണ്ടായ ഒരേ ഒരു സന്തതി. അതായത് വേറെ 4 കുട്ടികളുണ്ടായിരുന്നു. അതില് 3 ചെറിയൊരു വൈറസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അത് 3 ചത്തു. ഇതൊരെണ്ണാണ് ബാക്കിയുള്ളത്. ഇത് ഫീമെയിൽ അല്ല, മെയിലാണ്, നായയാണ് കേട്ടോ. അപ്പൊ അതിനെ നമ്മള് ഫ്രീ ആയിട്ട് വിട്ടേക്കാണ്. ചങ്ങല ഇതൊന്നും ഇട്ടിട്ടില്ല. ഇതുവരെ ആളുപദ്രവം ഒന്നും ചെയ്തിട്ടില്ല. ഉപദ്രവം ചെയ്ത് കഴിഞ്ഞാൽ പിടിച്ച് കൂട്ടിലടച്ച് ചങ്ങലക്കിടും. അപ്പോ അങ്ങനെയാണ് ഇവരുടെ സ്റ്റോറി വരുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് ആക്ച്വലി പട്ടി, പൂച്ച, പിന്നെ അങ്ങനത്തെ വളർത്തുമൃഗങ്ങള്, പെറ്റ്സ് അങ്ങനത്തെ ഒന്നും വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. പക്ഷെ എന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ചേട്ടന് ഈ സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചെയ്ത മനുഷ്യന്മാരെക്കാൾ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് പട്ടികളും പൂച്ചകളും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചേട്ടൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് എനിക്ക് ഇവറ്റോട് വേറെ വെറുപ്പോ അങ്ങനത്തെ ഇതൊന്നുമില്ല. എനിക്ക് തൊടാൻ പേടിയാണ്. പിന്നെ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ചേട്ടൻ ഇങ്ങനെ ഓരോ ഫുഡ് കഴിക്കുമ്പോഴും അല്ലാത്ത സമയത്തൊക്കെ ഓരോ ജീവികളെ കുറിച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതില് രവിചന്ദ്രനോ അങ്ങനെ എന്തോ ആണ് ആളുടെ പേര് വരുന്നത്. ഇതേപോലത്തെ ഒരുപാട് മൃഗങ്ങളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്ന. അപ്പോ അങ്ങനെ ഈ നമ്മളുടെ നാടൻ നായകളെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. ആ വീഡിയോ കണ്ടപ്പോ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ശരിക്കും അവറ്റകളുടെ അടുത്ത് ഭയങ്കര ക്രൂരായിട്ടാണ് പെരുമാറുന്നത്. ഇപ്പൊ ഈ പട്ടികൾക്ക് പേ പിടിക്കുക, നാട്ടുകാരെ എല്ലാവരും ഉപദ്രവിക്കുക, അതിന്റെ പേരിൽ ഓരോ നിയമങ്ങൾ കൊണ്ടുവരിക, അതൊക്കെ ശരിക്കും എനിക്ക് തോന്നുന്നു ആ വീഡിയോ കണ്ടതിന് ശേഷമാണ് കേട്ടോ എനിക്ക് അതൊക്കെ കത്തിയത്. മനുഷ്യനുണ്ടായ കാലം തൊട്ടിട്ട് മനുഷ്യനെ ഇവിടെ വരെ എത്തുന്നത് വരെ മനുഷ്യന്റെ കൂടെ കാവലുണ്ടായിരുന്ന ഒരു സംഭവം ഈ നായകളാണെന്നാണ് പറയുന്നത്. അത് ഇന്ത്യയിൽ നോർമലി നാടൻ നായയാണ് ശരിക്കുള്ളത്. നാടൻ നായയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ബാക്കി ഇപ്പോ കാണാൻ ഭംഗിയുള്ള നായകളെയൊക്കെ ഇപ്പോ അവിടുന്ന് പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ളതായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ ഓരോ ബ്രീഡ് ചീച്ച് മാറ്റി കൊണ്ടുവന്നിട്ടുള്ളതായിരിക്കാം. അവിടെ അപ്പുറത്തൊരു പട്ടി വന്നിട്ടുണ്ട് ഗൈസ്. അതിനെ കണ്ടിട്ടാണ് ഈ കുറയ്ക്കണത്. നിങ്ങൾ ഈ കുറയ്ക്കണ കാണുമ്പോ വിചാരിക്കുമ്പോ എന്തോ വലിയ സംഭവമാണ്. ഒന്നുമില്ല, ഇപ്പൊ കാണിച്ചുതരാം. ഇവന്റെ ധൈര്യം ഞാനിപ്പോ കാണിച്ചുതരാം കേട്ടോ. ഇതാണ് അവന്റെ ധൈര്യം. അവന്റെ കൊര കേൾക്കുമ്പോ നിങ്ങൾ വിചാരിക്കും അവൻ എന്തോ വലിയ സംഭവമാണ്. ഒന്നുമല്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഞാൻ ആ വീഡിയോന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നു. അതിന്റെ ഇടയിൽ ഇപ്പൊ ആ പട്ടി വന്നപ്പോ അത് അതിലേക്ക് പോയി. അപ്പോ നമ്മളുടെ നാട്ടിലെ നാടൻ നായകളെ സ്നേഹിക്കണം എന്ന് അങ്ങനെയല്ല. അതിപ്പോ എല്ലാവർക്കും ചിലപ്പോ പെറ്റ്സിനെ ഒന്നും ഇഷ്ടമുള്ള ആൾക്കാരൊന്നും ഉണ്ടാവുന്നില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഭയങ്കര ക്യൂട്ടായിട്ട് കാണുന്ന പെറ്റ്സിനെ മാത്രം ഇഷ്ടപ്പെടുന്നവരായിരിക്കും കുറെ പേരൊക്കെ.
അപ്പൊ ഞാൻ പിന്നെ എക്കോ സിനിമ പിന്നെ അതേപോലെ ഇതുപോലെ ഏതൊരു നായകതായിട്ടുള്ള ഒരു സിനിമ ഉണ്ടല്ലോ, ഞങ്ങളത് തിയേറ്ററിൽ പോയിട്ടാ കണ്ടത്. എക്കോ ഒക്കെ കണ്ടപ്പോ ചേട്ടന് കരയായിരുന്നു. പിന്നെ അത് ഒരു വേറൊരു മൃഗസ്നേഹവുമായി ബന്ധപ്പെട്ട നായനെ പ്രതിനിധീകരിച്ച ഒരു പടം കൂടി ഉണ്ട്. എനിക്ക് ആ പടത്തിന്റെ പേര് ഓർമ്മ കിട്ടുന്നില്ല. ആ പടം കണ്ടപ്പോഴും ചേട്ടനിരുന്ന് കരയായിരുന്നു. അതിനുശേഷം എനിക്ക് ചേട്ടൻ ഇങ്ങനെ കൊണ്ടു നടക്കാൻ അതിനൊക്കെ ഇഷ്ടമാണ്. പിന്നെ ചെറിയ പേടിയുണ്ട്, കാരണം അധികം അങ്ങനെ എല്ലാവരുമായിട്ട് ഇണങ്ങുന്ന ടൈപ്പ് അല്ല. പക്ഷെ ദേനോ ആരാണ് അവരുടെ യജമാനൻ എന്നുള്ളത് അവർക്ക് നല്ലപോലെ അറിയാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും നന്ദിയുള്ള ഒരു വർഗത്തിൽപ്പെട്ട ഒന്നാണ് ഇതെന്ന്. ആക്ച്വലി എനിക്ക് വരുമ്പോ വലിയ ആദ്യമൊന്നും ഇതിനോട് എനിക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇൻട്രസ്റ്റ് ഇല്ല മീൻസ് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പേടിയാണ് ഇപ്പോഴും തൊടാൻ പേടിയാണ്. ഞാൻ ഇങ്ങനെ ഇത്ര ഡിസ്റ്റൻസിലേക്ക് നിൽക്കുള്ളൂ, തൊടാൻ പേടിയാണ്. പക്ഷെ എങ്കിലും നല്ല രസമാണ്. പിന്നെ ചില രാത്രി ആവുമ്പോ ഉണ്ടല്ലോ, എല്ലാവരും ഉറങ്ങി എന്ന് കാണുമ്പോഴാണ് ഇവിടെ എനിക്ക്. പിന്നെ അവിടുന്ന് അവളുടെ തോന്നിവാസാണ് അവളുടെ ഓരിയിടുക, ഈ കാലനായൊക്കെ കൂടില്ലേ അതേമാതിരി പേടിപ്പിക്കുന്ന രീതിയിൽ ഓരിയിടുക, വെറുതെ കിടന്ന് കുരയ്ക്കുക. ഒന്നും ഉണ്ടാവില്ല. ഒരു പൂച്ചനെ കണ്ടിട്ട് അവൾ കിടന്ന് കുരക്കണത്. ഇവളുടെ കുര കേട്ടിട്ട് നമ്മൾ ഏറ്റു നോക്കുമ്പോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇവൾക്ക് ഇങ്ങനെ രാത്രി എല്ലാവരും ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ നടക്കണം. പിന്നെ ചേട്ടൻ കുറച്ച് സ്നേഹമുള്ളവനായതുകൊണ്ട് ചേട്ടൻ കൊണ്ട് നടന്നോളൂ, എത്ര നേരം വേണേലും കൊണ്ട് നടന്നോളൂ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പപ്പുവിന്റെ കഥകള്. ആക്ച്വലി വീട്ടിലത്തെ ഒരു മെമ്പറാണിത്. നമ്മൾ എന്ത് കഴിക്കുന്നോ അതെല്ലാം നമ്മൾ എന്ത് കഴിക്കാം. നമ്മള് പച്ചക്കറി കഴിക്കാൻ വെച്ചാൽ അത് കൊടുത്താൽ തിന്നില്ല, അത് വേറെ കാര്യം. അവൾക്ക് എല്ലാ മീനും പറ്റില്ല. അവൾക്ക് അയല മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. ചാള ഒക്കെ ഇപ്പൊ കൊടുത്ത് നിവൃത്തിയില്ലാത്തോണ്ട് ചാള തിന്നണതാ. അവൾക്ക് അയല മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ ചിക്കനൊക്കെ നമുക്ക് തോന്നിയ പോലെ വെച്ചാലും നമ്മൾ കഴിക്കില്ല. അവൾക്ക് അവളുടേതായ ഫ്ലേവറിലൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാലേ കഴിക്കുള്ളൂ. അങ്ങനെയൊക്കെയാണ്. ഈ ചെറിയ കുട്ടികളായ സമയത്ത് അവർക്ക് വെജിറ്റബിൾസ് ഒക്കെ കൊടുത്തിട്ട്, ഇപ്പൊ മത്തങ്ങ വേവിച്ചിട്ട് അതൊക്കെ ഉടച്ച് കൊടുത്ത് അങ്ങനെയൊക്കെ കഴിച്ചു തരുന്നു. ഇപ്പൊ അവറ്റങ്ങളും ആ വൃത്തികെട്ട ശീലം പഠിച്ചു. അവനും ഇപ്പൊ മീനുണ്ടെങ്കിൽ കഴിക്കുള്ളൂ. മുട്ട കൂട്ടിട്ട് പോലും കഴിക്കില്ല ഗൈസ്. മുട്ട കൂട്ടിട്ട് പോലും കഴിക്കില്ല ചോറ്. മുട്ട 2 മുട്ട വെക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സൈഡ് ഡിഷ് ആയിട്ട് ഒരു മീനെങ്കിലും വെച്ച് കൊടുക്കണം, എന്നാലും അവള് ചോറിനുള്ളൂ. അങ്ങനത്തെ വൃത്തികെട്ട കുറച്ച് സ്വഭാവങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഷീസ് എ ബെറ്റർ ഡോഗ്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.